Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. റഹ്മാനായ പരമകാരുണികനായ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു അറിയിച്ച ഒരു പ്രാർത്ഥനയാണ് ഏതാനും ക്ലാസുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 150ഓളം ആയത്തുകൾ ഈ പ്രാർത്ഥനയുടെ ആശയങ്ങളായി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു. ഇനി ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഒരു 3 ആയത്തും അതിനുശേഷം ഇൻഷാ അല്ലാഹ് സൂറത്തുൽ യാസീനിന്റെ നമ്മൾ പഠിച്ചു വരുന്ന ഇതുവരെ പഠിച്ച ആയത്തുകളെ ബാക്കിയുള്ള പഠനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഞങ്ങളുടെ നാഥ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഖുർറത അഅയുൻ, കൺകുളിർമ പ്രദാനം ചെയ്യണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവരെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തരികയും ചെയ്യണമേ. ഈ പ്രാർത്ഥന ഏതൊക്കെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അതാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞത്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ റബ്ബന എന്ന് പറഞ്ഞ് ഹബിലന, ആ ഹബിലന എന്ന വാക്ക് വരെ നമ്മൾ ഖുർആനിൽ നിന്ന് തദബ്ബുർ ചെയ്തിരുന്നു. വഹബ എന്ന വാക്കിന്റെ ആ ക്രിയയിൽ നിന്നാണ് ഹബ് എന്ന വാക്ക് വന്നത്. അത് കൽപ്പന ക്രിയ. എവിടെയാണ് ഖുർആൻ വഹബ എന്ന വാക്ക് പ്രയോഗിച്ചത് നമ്മൾ പഠിച്ചിരുന്നു. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ നൽകിയതിന് വഹബ എന്നാ പറഞ്ഞത്. സക്കരിയ നബിക്ക് അള്ളാഹു തന്നെ പേരിട്ട്, അള്ള തന്നെ ഒരു കുട്ടിക്ക് പേരിട്ടു. അത് യഹ്യ നബിയാണ്. ആ പേരിട്ട് നൽകിയ ആ കുട്ടിയെ നൽകിയതിന് വഹബ എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഇസ്മായിൽ നബിയെ പോലെ, സക്കരിയ നബിയെ കിട്ടിയ യഹ്യ നബിയെ പോലെ നമ്മളെ മക്കളാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഉൾക്കൊള്ളണം. അത് മുതൽ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് വരുമ്പോ ബഹുമാനായ ഇസ്മായിൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ ഒന്ന് പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതേപോലെ 2ാം മാസമാണ് ഈ പ്രാർത്ഥന പഠിച്ചു തുടങ്ങിയത്. ഇതുവരെ 150ഓളം ആയത്തുകൾ അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നോട് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതിനനുസരിച്ച് ഈ ആയത്തുകളിലൊക്കെയും ഈ പ്രാർത്ഥനയുടെ ആശയമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ അവസാനത്തെ ഭാഗം ഞാൻ ഉറപ്പ് പറയാം. നിങ്ങൾ ഈ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകൾ മനസ്സിരുത്തിയാണ് കേട്ടതെങ്കിൽ കണ്ണ് നിറയാതെ, മനസ്സൊന്ന് വേദനിക്കാതെ, ഒന്ന് നൊമ്പരപ്പെടാതെ നമുക്കിത് കേട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. ഞാനത് പറയാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കണ്ണ് നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സങ്കടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരും പൊട്ടിക്കരഞ്ഞത് കണ്ടിട്ടുണ്ട്. നമ്മൾ അത് കണ്ട് നമുക്ക് കണ്ണീര് വന്നിട്ടുണ്ട്. പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയാതെ, പറഞ്ഞൊരു വാക്ക് തീർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഏകൽ വന്നിട്ട്
പിന്നീട് സംസാരം കുറിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ബാക്കി വാക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പല സന്ദർഭങ്ങളിൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥനയുടെ ഈ ആയുസ് നമ്മൾ എത്ര തവണ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ പ്രാർത്ഥനയുടെ ജവാബ് ശ്രദ്ധിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം കിട്ടുന്ന രംഗമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് റബ്ബനാ ഹബ് ലനാ മിന അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന മനസ്സിൽ തട്ടിയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, അത് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാനാണ് 150ഓളം ആയത്തുകൾ ഖുർആനിൽ നമ്മൾ പറഞ്ഞത്. ഈ ആയത്തുകളൊക്കെ മനസ്സിലെത്തി ഇത് പഠിച്ച് കേട്ട് മനസ്സിലാക്കിയവർക്ക് ഇതിന്റെ റിസൾട്ട് വരുന്ന ഒരു രംഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവർക്ക് വരാൻ പോകുന്ന രംഗം ഇത് മറ്റൊന്നുമല്ല, നമ്മള് പൊട്ടിക്കരയുന്ന, സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണുനീർ പൊഴിക്കുന്ന, നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്ന ഒരു രംഗം വരാൻ പോവാണ്. അത് മറ്റൊന്നുമല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന പഠിച്ച നമ്മളെ മക്കള് വരുന്ന തലമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന ആരുടെയൊക്കെ സ്വീകരിച്ചുവോ ആ സ്വീകരിച്ചവർ ഒരു ചെറു സംഘമായിരിക്കും, ഒരു ചെറു സംഘമായിരിക്കും, ഒരു ചെറു കൂട്ടമായിരിക്കും. അവരെ നാളെ പരലോകത്ത് അവരെ ആനയിച്ച് സ്വീകരിച്ച് അവരെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. സ്വർഗ കവാടത്തിന്റെ മുന്നിൽ അവർ വന്നു നിൽക്കും. സ്വർഗ കവാടത്തിന്റെ മുന്നിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ അനുമതി പ്രതീക്ഷിച്ച് സ്വർഗ കവാടം തുറക്കപ്പെടുന്നതും കാത്ത് സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഖുർആനിൽ പറയാം, ആ രംഗം നമുക്ക് വായിക്കുമ്പോ, ആയത്ത് വായിക്കുമ്പോ, ആ ആയത്തുകൾ ഓതുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരല്പം വേദനയോടും കൂടി അല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ, ഓടി തീർക്കാൻ കഴിയില്ല. സൂറത്ത് സുമർ എന്ന് പറഞ്ഞാൽ കൊച്ചു സംഘം എന്നാണ്, ഒരു ചെറിയ സംഘം. പരിശുദ്ധ ഖുർആനിലെ 39ാമത്തെ സൂറത്ത്, മറിക്കല്ല, 39ാമത്തെ സൂറത്ത്, സൂറത്ത് സുമറിലെ ഖുർആനിലെ 39ാമത്തെ സൂറത്തായ സൂറത്ത് സുമർ. എല്ലാവരും ഖുർആൻ മറിക്കണം, മറിച്ച് ആ ആയത്ത് എല്ലാവരും കാണണം. സൂറത്ത് സുമറിലെ 73 മുതൽ 75 വരെ അവസാനത്തെ 3 ആയത്തുകൾ, സുമറിലെ അവസാനത്തെ 3 ആയത്തുകൾ. കണ്ടില്ലേ? 23 മുതൽ 7-3 39ാമത്തെ സൂറത്തിലെ അവസാനത്തെ 3 ആയത്തുകൾ. ശ്രദ്ധിക്കല്ലേ, അർത്ഥം വായിക്കുന്നതിന് മുമ്പ്, ആ ആയത്തിൽ അർത്ഥം ആശയം പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേൾക്കാം. 150ഓളം ആയത്തുകൾ നമ്മൾ റെഫർ ചെയ്തു പഠിച്ചു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത് മനസ്സിരുത്തി ഹൃദയത്തിൽ തട്ടി നമ്മളൊന്ന് വായിച്ചാൽ ഏതൊരായത്തും മറ്റ് ചിന്തകളൊക്കെ മാറി അതിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നിനെ പറ്റും ചിന്തിക്കാതെ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോഴാണ്
അള്ളാന്റെ കലാമാണ്, അള്ളാഹ് റഹ്മാനായ റബ്ബിന്റെ വാക്കുകളാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ അനുഭവം ഇല്ലാത്തതെന്നാണ്. അനുഭവം ഇല്ലാത്തത് നമുക്കത് പലതും അറിയാം. ഞാനിവിടെ ഒരു ഇമാമിന്റെ കൂട്ട് കേൾപ്പിക്കാൻ നിന്നാണ്. ഈ ആയത്തുകൾ ഓതുന്ന അഹ്മദ് നുഫൈസ് എന്ന് പറയുന്ന ഇമാം, അദ്ദേഹം ഈ ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹത്തിന് ആയത്ത് മുഴുവനാക്കാൻ കഴിയുന്നില്ല. ആയത്ത് ഓതിയിട്ട് അദ്ദേഹം സങ്കടപ്പെട്ട് അദ്ദേഹം ഏകി കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആയത്തുകൾ പൂർത്തിയാക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാം? ഒരു പക്ഷെ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്തോ ഒരു അരോചകം പോലെ തോന്നിയേക്കാം. പക്ഷെ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒന്ന് കണ്ണ് നിറഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ മനസ്സൊന്ന് വേദനിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഈമാൻ എത്രയോ അകലെയാണെന്ന് മനസ്സിലാക്കാം. കാരണം ഈ ആയത്തുകൾ സ്വർഗത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ, സ്വർഗ കവാടത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുന്ന ആ ചെറു സംഘത്തിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ? പടച്ചോനെ, ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ ഇണയും ആ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ, അതിൽ നിന്ന് മാറിപ്പോകാതെ, ആ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനാണ് റബ്ബനാ ഹബിലന എന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ. അതിന്റെ സ്വീകാര്യതയുടെ രംഗമാണത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, സ്വർഗത്തിന്റെ വാസന പോലും നരകങ്ങൾക്ക് കിട്ടൂല. സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ എത്തിപ്പെടാൻ ഭാഗ്യം കിട്ടുക നമ്മളെ ഒരു വഴിയിലൂടെ എങ്ങനെ തെളിച്ചു കൊണ്ടുപോകുകയാണ് സഹോദരങ്ങളെ. ഒരു വഴിയിലൂടെ എങ്ങനെ തെളിച്ചു കൊണ്ടുപോകാണ്. നമ്മൾ ഒരു പക്ഷെ മാറിപ്പോകാം, തെറ്റിപ്പോകാം, കുറെ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു നടക്കാം, തിരിച്ചു കൊണ്ട് തന്നെ വരാം. ഇതൊക്കെ വെല്ലുവിളിയാണ്, ഇതൊക്കെ പ്രയാസം. ഇതൊന്നുമില്ലാതെ അള്ളാന്റെ കലാമ് ഖുർആൻ പഠിക്കുന്ന ആളുകളെ, അവരാണ് മുത്തഖീങ്ങൾ. അവരെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുപോവാണ്, ഒരു വഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ വഴിയിലൂടെ നടന്ന് അവസാനം അവരെത്തുന്നത് സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലാണ്. എത്രയോ ആളുകൾ തെറ്റിപ്പോയി, എത്രയോ ആളുകൾ വഴി തെറ്റിപ്പോയി, എത്രയോ ആളുകൾ മാറി സഞ്ചരിച്ചു. ഈ യാത്ര, ദുനിയാവിൽ ഇന്ന് തുടങ്ങിയ ഈ യാത്ര ഇത് അവസാനിക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ പോയി അതിനകത്ത് മരണം സംഭവിച്ചു, വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം അത് അവസാനിക്കേണ്ട മരണം, നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വീണ്ടും തുടരുകയാണ്. ആ യാത്ര എത്തിപ്പെടേണ്ടത് സ്വർഗവാതിലിന്റെ മുന്നിലായിരിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ശരീരം നമ്മളൊന്നിങ്ങനെ പിടിച്ചു നോക്കിയിട്ട്, ഈ ശരീരം എന്നത്, ഞാൻ എന്നത് സത്യമാണോ? എത്രമാത്രം ഖുർആൻ പറയാൻ, എത്രമാത്രം സത്യമാണോ അതിലപ്പുറം സത്യമാണ് സ്വർഗവും നരകവും, വരാനിരിക്കുന്ന ലോകവും. എത്ര ആയത്തുള്ള അപേക്ഷ കൊടുക്കാനുണ്ട്. നമ്മളെ ഈ തനി സൃഷ്ടിച്ച റബ്ബ് നമ്മളില്ലാത്ത ഈ കാലമായിരുന്നു. 80 വയസ്സായ ആളുകൾ 82 കൊല്ലം മുമ്പ് അയാൾ ഈ ഭൂമിയിലില്ല. പിന്നീട് സൃഷ്ടിച്ചു. അവ പറയാണ്, അങ്ങനെ ഒരു ആയുസ് നിശ്ചയിച്ചു. ദുനിയാവ് കഴിഞ്ഞു, ഊരയുമുണ്ട് ആഹ്റയുമുണ്ട്. ഊര ദുനിയാവാണ്, ആഹ്റ പരലോക. 2 ലോകവും മനുഷ്യനുള്ളതാണ്. നമ്മൾ ഈ ദുനിയാവ് മാത്രം മനസ്സിലാക്കി കൊടുക്കുന്നു, അപ്പുറത്തേക്ക് മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് പരാജയം. അപ്പൊ ആ സ്വർഗ കവാടത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ആ രംഗമാണ് സഹോദരനെ അള്ളാഹു ഈ പറയുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്ന, വായിക്കാൻ പോകുന്ന ഈ ആയത്താണ്. അവിടെ എത്രമാത്രം ഈമാനുള്ളവർക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുന്ന ആലോചിക്കാം. ശരി, ആയത്തിലേക്ക് വരും. 73 ആയത്തിന്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. وسيق الذين اتقوا ربهم إلى الجنة زمرا. വസീഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആനയിക്ക, തെളിച്ചു കൊണ്ടുവരിക. അല്ലദീന, ഒരു കൂട്ടർ, ഇത്തഖൗ റബ്ബഹും, അവര് റബ്ബിനെ സൂക്ഷിച്ചവരാണ്, മുത്തഖീങ്ങളാണ്. ആരാണ് മുത്തഖീങ്ങൾ? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഖുർആൻ പഠിച്ചവരാണ് മുത്തഖീങ്ങൾ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മുത്തഖീങ്ങളെ ആനയിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ ഇലൽ ജന്നത്ത്, സ്വർഗത്തിലേക്ക്. സുമറ, കൊച്ചു സംഘങ്ങളായിട്ട് സ്വർഗത്തിലേക്കുള്ള സംഘങ്ങൾ ഇങ്ങനെ വരികയാണ്.
ചെറിയ ചെറിയ സംഘങ്ങളാണ്. ആ ഒരു സംഘത്തിൽ സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ മക്കൾ ഉണ്ടാകണം, കുടുംബം ഉണ്ടാകണം. അങ്ങനെ അവർ അതിന്റെ അടുക്കലെത്തി. സ്വർഗത്തിലേക്കാണ് തെളിച്ചു കൊണ്ടുവരുന്നത്. ആ സ്വർഗത്തിനടുക്കൽ അവരെത്തി. അതിന്റെ കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. കവാടത്തിലെ കാവൽക്കാരായ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും. സ്വർഗ കവാടത്തിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്, കടക്കുന്നത് പ്രതീക്ഷിച്ച്. വാതിൽ തുറന്നു, മലക്കുകളുണ്ട് കാവൽക്കാരെ. അവര് പറയും, ഈ നിൽക്കുന്നവരുടെ സലാം എന്ന് പറയും. എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ വെരി ഗുഡ് എന്ന് പറയുന്നതിന് അറബിയാണ് തിബുത്ത. തിബുത്തും എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം. തിബുത്തു, ഉഷാറായി ജീവിച്ചു, നിങ്ങൾ നല്ലവരായി ജീവിച്ചു. അതുകൊണ്ട് സ്ഥിരവാസികളായി സ്വർഗത്തിൽ കിടക്കാം. ഇനി ഇവിടുന്ന് മാറ്റമില്ല, ഇവിടുന്ന് മരണമില്ല, ഇനി ലോകം വേറൊന്നുമില്ല. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ തുടങ്ങിയ ഈ ഭൂമി പടച്ച റബ്ബ് തന്നെയാണ് സ്വർഗലോകം പടക്കി വെച്ചിട്ടുള്ളത്. കടന്നോളൂ എന്ന് അവരോട് പറയുന്നത്. സന്തോഷമായി അവർക്ക് അനുവാദം കിട്ടി. അവര് പറയും, സ്വർഗത്തിലേക്ക് കടക്കും പറയാം, പഠിച്ചു നോക്കണത്. കടക്കാൻ പൂതി വെച്ച് നടന്നാൽ പോരാ. സ്വർഗത്തിലേക്ക് കടക്കുമ്പോ എന്ത് പറയണമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചു നോക്കണം, വെറുതെ പഠിക്കണം. എന്നാലേ അവിടെ പറയാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ. സ്വർഗത്തിൽ കാര്യത്തിൽ നോക്കും ആദ്യം പറയുന്ന വാക്കതാണ് അൽഹംദുലില്ലാ. ഒരിക്കൽ നബി പറഞ്ഞു, അഫ്ദലുൽ ദിക്ർ, ഹദീസാണ്, അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലുദ് ദുആ അൽഹംദുലില്ലാ. പലപ്പോഴും മനസ്സിലാക്കിയില്ല. അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി. അഫ്ദലുദ് ദുആ, ദുആ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ദുആ. നമ്മൾ ചിന്തിക്കൽ എങ്ങനെ? അൽഹംദുലില്ലാ ദിക്റല്ലേ, അതൊരു ദുആയായത് എങ്ങനെ? അതാണ് റസൂൽ പറയാണ് അഫ്ദലുദ് ദുആ അൽഹംദുലില്ലായാണ്. അതെങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സ്വർഗത്തിൽ കടക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് ഇത് മാത്രമല്ല, വേറെയും ആയത്തുകളുണ്ട്. അവിടെയും അൽഹംദുലില്ലാ. വേറൊരായത്താണ് സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുന്ന വേറൊരു വാക്കാണ് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പോട്ടിത്തന്ന പടച്ചവനെ നിനക്കാണ് സ്തുതി. ദുഃഖങ്ങളൊക്കെ ഈ ലോകത്താണ്, സങ്കടങ്ങളൊക്കെ ഈ ലോകത്താണ്, നെടുവീർപ്പുകളും തേങ്ങലുകളും ഒക്കെ ഈ ലോകത്താണ്. എല്ലാ സങ്കടങ്ങളും നീക്കി തന്ന അല്ലാഹുവാണ് സർവസ്തുതി എന്ന് പറഞ്ഞിട്ട്. ഇത് മറ്റൊരു വാക്കാണ് അൽഹംദുലില്ലാ അല്ലദീ സദഖനാ വഅദഹു. ഞങ്ങളോടുള്ള കരാറ് സത്യമാക്കി പുലർത്തി തന്ന, ഞങ്ങളോടുള്ള വാക്ക് സത്യമാക്കി പുലർത്തി തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. തിന്മ ചെയ്തിട്ടില്ല, തോന്നിവാസങ്ങൾ ചെയ്തിട്ടില്ല, ചുറ്റുപാടും സാഹചര്യങ്ങളും കൂട്ടുകെട്ടും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിന്നത് റബ്ബേ നിന്റെ വാഗ്ദാനമാണ്. മാറി നിന്നാൽ സ്വർഗം തരാമെന്ന് നീ പറഞ്ഞു. നിന്റെ സമ്പാദ്യത്തിൽ നീ സമ്പാദ്യം മാറ്റിവെച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു. നിന്റെ സ്വഭാവത്തിൽ നീ സ്വഭാവം മാറ്റിവെച്ചാൽ സ്വർഗം തരാമെന്ന് പറഞ്ഞു. നിന്റെ വാഗ്ദാനമാണ്, പറ്റിച്ചിട്ടില്ല. പടച്ചവനെ നീ വാഗ്ദാനം സത്യമാക്കി പുലർത്തിയ നിനക്കാണ് സർവസ്തുതിയും. ഞങ്ങൾക്ക് ഈ ഭൂമിയെ, സ്വർഗഭൂമിയെ അനന്തരമായിട്ട് തന്നു. വാപ്പയുടെ വാപ്പ അനന്തരം കൊടുത്തു. നമുക്ക് വാപ്പാൻ അനന്തരം കിട്ടി, നമ്മൾ അനന്തരം മക്കൾക്ക് കിട്ടും. എങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടാൻ അനന്തരമുണ്ട്. എല്ലാവരും വിട്ടിച്ചു പോകുന്ന അനന്തരമുണ്ട്. അതേതാണ്? കിട്ടാൻ അനന്തര സ്വർഗമാണ്. ഉദ്ദേശിക്കുന്നിടത്ത് സ്വർഗത്തിൽ താമസ സൗകര്യം ഒരുക്കി തന്നു. പടച്ചവൻ വീടൊരുക്കി തന്നു, സൗകര്യം ഒരുക്കി തന്നു. സ്വർഗഭൂമിയിൽ ഒരു ഭാഗം നമുക്ക് ഒരുക്കി തന്നു. ആ ഒരുക്കി തന്ന പടച്ചവൻ നിനക്കാണ് സർവസ്തുതിയും. അമൽ ചെയ്തവർക്കുള്ള പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. അമൽ ചെയ്യണം. അമൽ ചെയ്തവർക്കുള്ള പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. സ്വർഗത്തിലേക്ക് കടന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? മലക്കുകളെ കാണാൻ. അല്ലാഹുവിന്റെ അർശിന് ചുറ്റും വലയം ചെയ്ത മലക്കുകളെ കാണാൻ.
അവരിങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലക്കുകളെ കാണുകയാണ്. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, സത്യസന്ധമായ തീരുമാനം അവർക്കിടയിൽ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരിക്കലും ആരുടെ നീതിയൊന്നുമില്ല, നീതിപൂർവ്വമുള്ള തീരുമാനം തീരുമാനിച്ചു. വഖീല പറയപ്പെടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു സ്ഥലത്ത് പറയാം, സ്വന്തക്കാരുടെ പ്രാർത്ഥന അവസാനിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നാളെ പരലോകത്ത് നടക്കാൻ പോകും. ആ കൊച്ചു സംഘത്തിൽ നമ്മൾ ഉണ്ടാവണം, ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ട് എന്ന് കരുതുക, ഉണ്ട് എന്ന് ഉറപ്പിക്കുക. നമുക്ക് സന്തോഷത്തോടു കൂടിയല്ലാതെ സഹോദരങ്ങളെ, ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നാളെ റബ്ബിന്റെ മുന്നിൽ എത്തിപ്പെട്ട്, സ്വർഗത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ട് ആ സ്വർഗ കവാടത്തിൽ കാത്തു നിൽക്കുന്ന ആ ഒരു രംഗം അള്ള പറയുമ്പോൾ പഠിച്ചവനെ ഞാൻ അതിലുണ്ടാവുമോ എന്ന് ആലോചിച്ച് നമുക്ക് അല്പം വിഷമത്തോടു കൂടിയല്ലാതെ ഇത് കേൾക്കാൻ കഴിഞ്ഞാൽ ഈ ആയത്ത് കേൾപ്പിക്കാം. സഹോദരങ്ങളെ, ഇമാമൻ ഈ ആയത്ത് ഓടിയിട്ട് അദ്ദേഹം മുഴുവനാക്കാൻ കഴിയാതെ അദ്ദേഹം സങ്കടപ്പെട്ട് കരയുന്നു. അതിന്റെ കൂടെ നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യമുണ്ട്. എന്താണ്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിക്കണം, നിസ്കാരത്തിലാണെങ്കിൽ ചോദിക്കണം. നരകത്തെ കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ രക്ഷ ചോദിക്കണം. സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്താണെങ്കിൽ പഠിച്ചോനെ ഈ സ്വർഗം എനിക്ക് തരണം പഠിച്ചോനെ. സ്വർഗത്തെ പറ്റി പറയുമ്പോ, സ്വർഗത്തെ പറ്റി കേൾക്കുമ്പോ ഈ സ്വർഗം എനിക്ക് വേണം പഠിച്ചോനെ എന്ന് ചോദിക്കണം നമ്മൾ. നരകത്തെ കുറിച്ച് പറയുമ്പോ ഈ നരകത്തെ കാവൽ കൊണ്ട് പഠിച്ചോനെ എന്നെ കാക്കണം പഠിച്ചോനെ എന്ന് പറയണം. ഈ ആയത്തിൽ ഇമാം ഓതുമ്പോ അദ്ദേഹം ഈ പതുക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ നിൽക്കാൻ കഴിയും. ചെന്ന എന്ന ശബ്ദം താഴ്ത്തിയിട്ട് അതിന് ചുരുക്കപ്പെട്ടിരിക്കാം. ഈ ആയത്ത് മറിച്ചു വെച്ച് ഞാൻ ഇത് കേൾപ്പിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുക, എന്നിട്ട് ആ ആശയം നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഇത് പറയുമ്പോൾ പഠിച്ചവനെ ആ സ്വർഗത്തിന്റെ മുന്നിൽ എത്താൻ ബാധ കിട്ടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഈ ആയത്തുകളൊക്കെ ഹൃദയത്തിൽ തെറ്റി ഊതുക. ഒരിക്കൽ കണ്ണീര് നമ്മളെ കണ്ണെന്ന് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു സ്വർഗങ്ങൾ. ഇതൊക്കെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഒരിക്കൽ കണ്ണീര് നമ്മളെ കണ്ണെന്ന് വന്നാൽ അവനെ നരകം അവനെ സ്പർശിക്കൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഞാനതാണ് ആദ്യം പറഞ്ഞത്. കുറേ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, കുറേ സങ്കടപ്പെട്ടിട്ടുണ്ട്, കുറേ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ മുന്നിൽ ഒന്ന് കണ്ണ് നിറക്കാൻ, അള്ളാന്റെ കലാമിന്റെ മുന്നിൽ ഒന്ന് മനസ്സ് വേദനിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് അല്ലെ നമ്മുടെ കണ്ണീര് വന്നത്. ഹൃദയത്തിൽ സങ്കടം ഹൃദയത്തിൽ തട്ടിയപ്പോഴാണ് നമുക്ക് കണ്ണീര് വന്നത് അല്ലെ. ഒരായത്തിൽ ഹൃദയത്തിൽ തട്ടുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാകും, നമ്മുടെ കണ്ണ് നിറയും. നമുക്ക് അങ്ങനെ മരവിച്ചു പോകാത്ത, വരണ്ടു പോകാത്ത ഒരു കണ്ണീരുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താണ്? കുള്ളത്തെ അറിയനാണ് അല്ലെ. എന്താ കുള്ളത്തെ അറിയൻ? എന്താണ് കുള്ളത്തെ അറിയൻ? നനവുള്ള കണ്ണാണ്, നനവുള്ള കണ്ണാണ്, കുളിർമയുള്ള കണ്ണാണ്. കണ്ണിന്റെ കുളിർമയാണ് ചോദിച്ചത് അല്ലെ. ഹൃദയം മരവിച്ചു പോയവരാകരുത് നമ്മൾ. ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഈ ആയത്തൊന്ന് കേൾക്കുക, റബ്ബിനോട് സ്വർഗം ചോദിക്കുക. റബ്ബന ഹബ് ലനാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ആൾക്കാരെ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ നമ്മൾ ഉൾപ്പെടണം, നമ്മുടെ മക്കൾ ഉൾപ്പെടണം, കുടുംബം ഉൾപ്പെടണം. ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ ആയത്ത് കേൾക്കും.
ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു രംഗം അള്ളാഹു ഖുർആനിൽ പറയുന്നു എന്ന് എത്ര പേർക്ക് അറിയും? ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ കലാം എന്നും കൈകളിലെടുത്ത് ഓതുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടി കടന്ന് ആത്മാർത്ഥമായ ഹൃദയത്തോടെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഖുർആൻ അരകപ്പെട്ട ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. എത്ര ആളുകൾക്ക് അറിയും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രംഗം ഇതാണ്. റബ്ബി എത്ര മനോഹരമായ പറഞ്ഞു വെച്ചത്. നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്തി, സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയിട്ട് അവിടേക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കയറാനുള്ള ഭാഗ്യം കിട്ടുന്ന ആ ഒരു അവസരം അല്ലാഹു പറഞ്ഞ് സ്വീകരിച്ച് തന്നിട്ട് നമ്മൾ അവിടെ ഉണ്ടാവോ, നമ്മളെ മക്കൾ ഉണ്ടാവോ, കുടുംബം ഉണ്ടാവോ എന്ന് ചിന്തിക്കാനാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ കേൾപ്പിച്ചത്. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുക. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീനിന്റെ നമ്മൾ പഠിച്ച ആയത്തുകൾക്ക് ശേഷമുള്ള ഒരു ഗ്രാമക്കാരുടെ ചരിത്രം പറയാണ്, ഒരു ഗ്രാമത്തിന്റെ കഥ പറയാണ്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരെ കഥ പറയാണ്. നമുക്ക് കേൾക്കാനുണ്ട്. നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. ഈമാൻ വർദ്ധിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈമാൻ വർദ്ധിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈമാനും കുറയും കൂടും. ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗ്ഗം എന്താണെന്നറിയോ? ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. നമ്മുടെ ഈമാൻ കുറയും സഹോദരങ്ങളെ. കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതെയാകുന്ന ഒരു സമയത്താണ് നമ്മൾ മരണമെങ്കിൽ നമ്മൾ കാഫറായിട്ട് മരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. കാഫറായിട്ട് മരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് നമ്മൾ റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം. അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിലെത്താനുള്ള പ്രാർത്ഥനയാണ് അതാണ് ആ കണ്ണിന്റെ കുളിർമ. അതല്ലാതെ ദുനിയാവിൽ നമ്മുടെ മക്കൾക്ക് ഉന്നതമായ പൊസിഷൻ ഉണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്, ശമ്പളമുണ്ട്, ഉയർന്ന ഉദ്യോഗമുണ്ട്, ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളുണ്ട്, അവരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുന്നു എന്നത് കണ്ടിട്ടുള്ള കുളിർമയല്ല. മറിച്ച് എന്റെ മക്കള് പരലോകം നഷ്ടപ്പെടാത്ത ജീവിതമാണ് ജീവിക്കുന്നത്, പരലോകം നഷ്ടപ്പെടുത്താത്ത ജീവിതമാണ് എന്റെ മക്കൾ ജീവിക്കുന്നതെന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തേണ്ടതാണ് സഹോദരങ്ങളെ. ആ പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ മുത്തഖീങ്ങൾക്ക് ഇമാമായി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതാണ് മുത്തഖീങ്ങൾക്ക് ഇമാം. മുത്തഖീങ്ങൾക്ക് ഇമാം, മുത്തഖീങ്ങളാണ് സ്വർഗത്തിന്റെ മുന്നിലുള്ളത്. അവിടെ നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. നമ്മുടെ മുന്നിൽ കടക്കാൻ അവിടെ അതാണ് ചോദിച്ച മുത്തഖീ ഇമാമ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് പോയി തെറ്റുകുറ്റങ്ങൾ വിട്ടുകൊടുക്കും. അല്ലാഹു മരണപ്പെട്ടു പോയപ്പോൾ പ്രധാനം ചെയ്യട്ടെ. പ്രധാനപ്പെട്ട ഒരു 3 ദുആ വസിയത്തുണ്ട്. ആ ദുആ വസിയത്ത് ഖുർആൻ പഠിതാക്കളോടുള്ള വസിയത്താണ്. കാരണം എന്താ അറിയോ? ഖുർആൻ പഠിതാക്കളോട് വസിയത്ത് പറയാൻ കാരണം നമ്മളാരും വെറുങ്കൈ ഉയർത്തുന്ന ആൾക്കാരല്ല. നമ്മളാരും റബ്ബിലേക്ക് വെറുങ്കൈ ഉയർത്തുന്ന ആൾക്കാരല്ല. കാരണം നമ്മളെ കയ്യിൽ ഖുർആൻ അല്ലാതെ കലാം എടുക്കുന്ന ആൾക്കാരാണ്.
അള്ളാഹുവിന്റെ കലാമെടുക്കുന്ന കൈ വെറുങ്കടിയല്ല. ആ കൈയോട് കൂടി അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ ആ കൈയൊക്കെ തട്ടിമാറ്റുയർപ്പ് ആ ഉയർന്ന കൈയൊക്കെ കബൂൾ ചെയ്യും. ജവാബില്ലായിരിക്കും അതിന്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിച്ചു, വീണ്ടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഖുർആൻ പഠിക്കുന്ന ഒരു സഹോദരി, ആ ഖുർആൻ പഠിക്കുന്ന സഹോദരിയുടെ ഒരു മകള് 15 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ല. രണ്ടാമത്തെ മകളുണ്ട്, 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് മക്കളില്ല. മൂന്നാമത്തെ മകൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു, ഇതുവരെ മക്കളായിട്ടില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാലിഹായ മക്കളെ നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം, 3 വയസ്സുള്ള ഒരു കുഞ്ഞു മോള് നമ്മളെ ഖുർആൻ പഠിക്കാൻ വരുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവർക്ക് ക്യാൻസർ രോഗമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയിട്ട് ഇപ്പൊ അവർ വീട്ടിലാണുള്ളത്. വളരെ വേദന, ക്യാൻസർ രോഗമാണ്. വേദന സഹിക്കാൻ കഴിയാതെ ആ കുട്ടി പിടയുന്നത് കാണാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. ആ കുട്ടി കരയുന്നതും വാവിട്ട് കരയുന്നതും കാണാൻ കഴിയുന്നില്ല. 3 വയസ്സായി കൊടുക്കുമ്പോൾ രോഗമതാണ്. അല്ലാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കട്ടെ, വേദന ലഘൂകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല ആ ക്ഷമയിലൂടെ വാഗ്ദാനം ചെയ്ത സ്വർഗം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സഹോദരി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലുണ്ട്. ഖുർആൻ പഠിതാവായ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നേരിടുന്ന രോഗത്തിന് ആശ്വാസം സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് അല്ലാഹു തആല ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ക്ലാസ്സിലേക്ക് വരാനും ഖുർആൻ പഠിക്കാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ സ്വൈഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തെ അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി തീരുമാനാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ മനുഷ്യത്തിന്റെ മറ്റ് ഏർപ്പാടുകളിലും എല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ ഇതേപോലെ സ്വർഗത്തിന്റെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കൊച്ചു സംഘത്തിൽ അല്ലാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ഖുർആനിൽ ഇല്ലാത്തതല്ല, ജവാബാണ്. ഖുർആനിന്റെ ചില ആയത്തുകൾക്കുള്ള ജവാബ് റസൂൽ നമസ്കാരത്തിന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ബലാ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പലായത്തുകൾ പറയുമ്പോൾ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, ബലാ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ജവാബുകളുണ്ട്. ഒരു സൂറത്ത് അവസാനം ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഫസ്തഗ്ഫിറൂ എന്നർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, അതിന്റെ ജവാബുകൾ പറയാം. നമസ്കാരത്തിൽ പറയാം. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിക്കുക, നരകത്തെ കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ രക്ഷ ചോദിക്കുക. അതൊക്കെ ആയത്തുകളുടെ ജവാബാണ്. അത് ഖുർആനിന്റെ അദബിൽപ്പെട്ടതാണ്, മര്യാദകളിൽ പെട്ടത് കൂടിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഇനി അവിടെ നിസ്കാരം ഉണ്ടാവും, മുമ്പുണ്ടാവും, ചെയ്യണമായി അവരൊക്കെ ചെയ്യണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. സ്വർഗത്തിലെത്തിയാൽ ഇനി പിന്നെ എന്താണ് എന്നൊരു സംശയം ഉണ്ടാകും. ആ സംശയത്തിലുള്ള മറുപടി അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ പിന്നെ യാസീൻ തന്നെ വരാൻ പോകുന്നുണ്ട്. സ്വർഗത്തിൽ അവർക്ക് ഷുഗർ ഉണ്ടാകും. ആ ഷുഗർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഷുഗർ ജോലി ഏർപ്പാട് അതുണ്ടായിരിക്കും. പക്ഷെ അത് ഭാഗ്യവും ക്ഷീണം ഉണ്ടാക്കുന്ന, തടസ്സം ഉണ്ടാക്കുന്നതൊന്നല്ല. സുഖം കിട്ടുന്ന, ആനന്ദം കിട്ടുന്ന ചില ഏർപ്പാടുകളൊക്കെ അവിടെ ഉണ്ടാവുക. ഇനി സ്വർഗത്തിലെത്താൻ നമ്മൾ ദുആ ചെയ്യുന്നു. സ്വർഗത്തിലെത്തിയാൽ പിന്നെ ദുആ വേണോ? സ്വർഗത്തിലെത്താൻ ദുആ ചെയ്യുന്നു. സ്വർഗത്തിലെത്തിയാൽ വീണ്ടും ദുആ ഉണ്ടാവോ? ഉണ്ടാകും. ആ ദുആ ഏതാണ്? ആ ദുആയും അല്ലാഹു പറയും, ഇവിടെ നമ്മൾ സ്വർഗത്തിലെത്താനാണ് പ്രാർത്ഥിക്കുന്നത്, നരക രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ എത്തിയാൽ പിന്നെ ഇനി സ്വർഗത്തിലെത്താൻ പ്രാർത്ഥിക്കണ്ട, നരക രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണ്ട, കാരണം അത് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ സ്വർഗത്തിൽ എത്തിയാൽ ഈ ദുആ ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആ സ്വർഗത്തിൽ അവരുടെ ദുആ സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ദുആ എന്താണ്?
സുബ്ഹാനല്ലാഹുമ്മ സുബ്ഹാനല്ലാഹുമ്മ എന്നായിരിക്കും പറയാം. വതഹിയ്യത്തുഹും അവരുടെ അഭിവാദ്യം സലാമായി. സ്വർഗ്ഗത്തിലെ അഭിവാദ്യം സലാമായി. വതഹിയ്യത്തുഹും ഫിഹാ സലാം. വആഖിറു ദഅവാഹും അവരുടെ പ്രാർത്ഥന സുബ്ഹാനല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന അവസാനിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന അവസാനിക്കും.